ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ എൻ്റെ സിന്ദൂരം മാവിൽ ഉണ്ടായ മാങ്ങ പറിക്കാൻ പോവുകയാണ്. അത് ഈ കഴിഞ്ഞ ദിവസത്തെ കാറ്റിലും മഴയിലൊക്കെ കുറേ മാങ്ങ വീണുപോയി. ഒരു 10-12 മാങ്ങ ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് പഴുത്ത് കിട്ടിയായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം മാവിൻ്റെ എന്താ പറയുക, ഈ ഉറുമ്പ് വന്നിട്ട് അത് ശല്യപ്പെടുന്നു. ഉറുമ്പ് കൂട്ടമായിട്ട് കിടക്കുന്ന മാമ്പഴത്തിൽ ഉറുമ്പ് വന്ന് കൂട് കൂട്ടിയിട്ട് മുട്ടയിട്ടിട്ട് അത് തുളച്ച് ഇതാക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ കംപ്ലീറ്റ് റൈപ്പാവുന്നതിന് മുമ്പ് തന്നെ പറിച്ചിട്ട് പഴുപ്പിക്കാമെന്ന് വിചാരിച്ചു. നല്ല മാങ്ങയാണ്, വളരെ വളരെ സ്വീറ്റും മധുരമായിട്ടുള്ളതാണ്. അപ്പോൾ ഞാനിപ്പോൾ അത് അതിൻ്റെ ഹാർവെസ്റ്റിംഗ് വീഡിയോ ഇതിൻ്റെ പുറകെ ഞാൻ കൊടുക്കുന്നുണ്ട്. ഒരു ചേഞ്ചസിന് വേണ്ടിയിട്ട് ഞാനൊരു വീഡിയോ ഇട്ടതാണ്. എൻ്റെ സിന്ദൂരം മാങ്ങയുടെ ഹാർവെസ്റ്റിംഗ്. എൻ്റെ ഭാര്യ ആണ് മാങ്ങ പറിക്കുന്നത്. ഇത് പറിക്കുമ്പോൾ ഉണ്ടാവുന്ന ആ മുഖത്തിൻ്റെ സന്തോഷം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. കാരണം നമ്മൾ നട്ട് വളർത്തി വലുതാക്കിയ മാവിൽ നിന്ന് അതിൻ്റെ ഫലം നമ്മൾ എടുക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന മാനസികമായ സന്തോഷം. അപ്പോൾ എൻ്റെ ഭാര്യയുടെ മുഖത്ത് നോക്കിയറിയാം, ആ ഓരോ മാങ്ങയും പറിച്ചിട്ടുള്ള മുഖത്തുള്ള സന്തോഷം. അതാണ് നമുക്ക് നമ്മുടെ ഏറ്റവും വലിയ ഇതിനകത്ത് കിട്ടുന്ന ഏറ്റവും വലിയ ബെനിഫിറ്റ്. നമ്മുടെ വീട്ടിൽ നട്ടു വളർത്തുന്ന മരങ്ങളിൽ നിന്ന് അതിൽ നിന്ന് ഫലം കിട്ടുമ്പോഴുണ്ടാകുന്ന സന്തോഷം, അത് മാനസികമായി വളരെയധികം നമുക്ക് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു അനുഭവമാണ്. അപ്പോൾ അത് കാണിക്കാമെന്ന് വിചാരിച്ചു. വൈഫിനെ കൊണ്ടത് ഞാൻ ഹാർവെസ്റ്റ് ചെയ്യുന്നത് അതുകൊണ്ടാണ്. കാരണം അത് ഓരോ കൊല പിടിച്ചിട്ട് ഓരോ കൊല പോലെ പിടിച്ച് കാണിക്കുന്നതും ആ സന്തോഷവും അത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. ഇത് ഞങ്ങൾ പഴുപ്പിക്കാമെന്ന് വിചാരിച്ചു. കാരണം നമ്മൾ റൈപ്പായിട്ട് പറിക്കാമെന്ന് വിചാരിച്ചത്, പക്ഷേ ഉറുമ്പിൻ്റെ ശല്യം ഉള്ളതുകൊണ്ട് അത് എന്തായാലും പറിച്ചു വെച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് ഒരു 18 മാങ്ങ കിട്ടിയിട്ടുണ്ട്. എന്തായാലും നോക്കാം. നല്ല സന്തോഷത്തോടു കൂടി നമുക്കത് പഴുപ്പിച്ച് തിന്നാന്നുള്ളൊരു ഇതിലാണ്. അപ്പോൾ ഞാനത് കാണിക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ മാവ് വലിയ നല്ല ബുഷായിട്ട് നിൽക്കുന്ന മാവാണ്. കഴിഞ്ഞ വർഷം ഉണ്ടായി മാമ്പഴം. ഇത് ബഡഡ് തൈകൾ വാങ്ങിച്ച് പ്ലാന്റ് ചെയ്തതാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. പിന്നെ നാട്ടിലെ ഈ ഇതുണ്ടല്ലോ, നമ്മൾ വേറെ ഒരു വിധത്തിലുള്ള ഇത് ഉപയോഗിക്കാറില്ല, കെമിക്കലോ ഒന്നും ഉപയോഗിക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് അതിൻ്റേതായ ധാരാളം കൂടുതൽ കിട്ടുന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ്. അപ്പോൾ ഇതൊരു സന്തോഷം, ആ സന്തോഷം ഒന്ന് പങ്കുവയ്ക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ ഏത് തരം ചെടികളും നമുക്ക് സ്ഥലമുണ്ടെങ്കിൽ അത് നട്ടുവളർത്തും. നമ്മുടെ ചെറിയൊരു മടി കൊണ്ടാണ് നമ്മളതൊന്നും തുനിയാത്തത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താലും അതിന് ചെറിയൊരു അനുഭവം നമുക്ക് കിട്ടും. കണ്ടോ, എത്ര സന്തോഷം ഉണ്ടോ, ഭാര്യയുടെ മുഖത്തുള്ള സന്തോഷം കാണും. അതാണ് നമ്മൾ പറിച്ച് വയ്ക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന സന്തോഷം. നമ്മൾ കടയിൽ പോയി വാങ്ങിക്കുമ്പോൾ കിട്ടാത്തൊരു സന്തോഷമാണ്. നമ്മുടെ തോട്ടത്തിൽ നിന്ന് നമ്മൾ മാങ്ങ പറിച്ചിട്ട് കിട്ടുമ്പോഴുള്ളൊരു സന്തോഷം അത് പ്രത്യേകിച്ച് പറയണ്ട. ഓരോ മാങ്ങ നോക്കും, മാങ്ങയുടെ നന്നായിട്ട് പഴുക്കാറായിട്ടുണ്ട്, നന്നായിട്ട് ചെനച്ചിട്ടുണ്ട് മാങ്ങ. അപ്പോൾ അതാണ്. പക്ഷേ ഇത് ആ പാട് കാണുന്നില്ല. ഇതാണ് 2 മാങ്ങ തമ്മിൽ കൂട്ടി മുട്ടി നിൽക്കുമ്പോൾ ഉറുമ്പുകൾ, ഈ കറുത്ത ഉറുമ്പ് വന്നിട്ട് അതിനകത്ത് വന്നിട്ട് മുട്ടയിട്ട് പിന്നെ അത് തുളച്ച് അതങ്ങനെ കേടാകുന്നുണ്ട്. പിന്നെ ഈ മാവിന് ഒരു ചെറിയ ഒരു ഉണക്കൽ പോലെ വരുന്ന ഇതിൻ്റെ ശിഖരങ്ങളൊക്കെ ഉണങ്ങി പോകുന്നുണ്ട്. എന്താണെന്ന് മനസ്സിലായില്ല. എന്തായാലും ഇതൊരു അനുഭവമാണ്. കിട്ടുന്ന കാലത്തോളം കിട്ടുക, അതത്രയല്ലേ ഉള്ളൂ. നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. പ്രകൃതിയിലുണ്ടാവുന്ന ഓരോ അനുഭവങ്ങളാണ്. അപ്പോൾ ചിലതൊക്കെ രക്ഷപ്പെട്ടു വരും, ചിലതൊക്കെ എങ്ങനെയാവും. ഇതാണ് ഞാൻ പറിച്ചു വെച്ച മാമ്പഴം. അതിൻ്റെ ഒരു ക്ലോസപ്പ് കാണിക്കാമെന്ന് വിചാരിച്ചു. ഒരു 18 മാമ്പഴമുണ്ട്. എന്തായാലും ഈ വീഡിയോ നിങ്ങളൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിച്ചിട്ട് ഞാനത് വീഡിയോ ചെയ്തതാണ്. അപ്പോൾ ഓക്കെ, ബൈ.